ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ വീട്ടുജോലി, ഹോം നേഴ്സ് ജോലിക്കിടയിൽ ഒരു യൂട്യൂബ് ചാനൽ. ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇതെൻ്റെ ജീവിതത്തിലെ ഒരു പുതിയ തുടക്കമായിട്ട് ഞാൻ ഇതിനെ കരുതുന്നു. എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഹോം നേഴ്സിംഗ് ആണ്. കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഈ ജോലിയാണ് ചെയ്തുകൊണ്ട് വരുന്നത്. നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് ചില വീടുകളിൽ പോകുമ്പം രോഗിയും ഞാനും മാത്രമേ കാണുള്ളൂ. അങ്ങനെയുള്ള ഒരു സാഹചര്യം വരുമ്പോൾ ഹോം നേഴ്സിങ്ങിനോടൊപ്പം തന്നെ നമ്മൾ വീട്ടിലെ കുക്കിങ്ങും മറ്റ് ജോലികളും കൂടെ ചെയ്യേണ്ടതുണ്ട്. ഇപ്പം ഞാൻ അങ്ങനെയുള്ള ഒരു ജോലിയിലാണ് നിൽക്കുന്നത്. ഈ വീട്ടിൽ ഒരമ്മ മാത്രമേ ഉള്ളൂ. 85 വയസ്സായ ഒരമ്മയാണ്. അപ്പം അമ്മയുടെ എല്ലാ കാര്യവും നോക്കണം. കുക്കിങ്ങും ക്ലീനിങ്ങും അങ്ങനെ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യണം. അമ്മ കിടപ്പ് രോഗിയല്ല എങ്കിലും ഒരാളെ സഹായം എപ്പോഴും അമ്മയുടെ കൂടെ ഉണ്ടാകണം. അമ്മയ്ക്ക് തനിയെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല, ആരോഗ്യക്കുറവുണ്ട്. അമ്മയ്ക്കുള്ള മെഡിസിനും ഫുഡും അമ്മയെ ക്ലീൻ ചെയ്യുന്നതും എല്ലാം ഞാൻ അതിൻ്റെ സമയത്ത് ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞാലും എനിക്ക് എല്ലാ ദിവസവും അല്പസമയം ബാക്കി വരാറുണ്ട്. ഒഴിവ് സമയങ്ങളൊക്കെ ചില സമയത്ത് TV കാണും, അല്ലെങ്കിൽ മൊബൈലിൽ യൂട്യൂബ് വീഡിയോകൾ കാണും, അല്ലെങ്കിൽ കൃഷിപരമായ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ. ഇങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ സമയം ഞാൻ ചിലവഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ മനസ്സിലൊരാഗ്രഹം തോന്നി. ഞാനും ഈ ഒഴിവുള്ള സമയങ്ങളിൽ എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ എന്ന് അങ്ങനെ ഒരാഗ്രഹം തോന്നി. അങ്ങനെ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. എൻ്റെ എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് ഒരു പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു സമയത്ത് തുടങ്ങാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ചിലപ്പം അത് തുടങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പം ഞാനോർത്ത് ഈ ഉള്ള സമയത്ത് എനിക്ക് കിട്ടുന്ന ഈ ചെറിയ സമയത്തിനുള്ളിൽ ഇപ്പം ഒരു ചെറിയ വീഡിയോകളൊക്കെ ഇട്ട് മനസ്സിന് സന്തോഷം, അതോടൊപ്പം തന്നെ നമുക്ക് നല്ല രീതിയിൽ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ നല്ല വീഡിയോകളൊക്കെ ഇടണം. അപ്പം ഓരോ ദിവസവും ഇതിനകത്ത് വീഡിയോകളൊക്കെ കണ്ട് ഞാൻ ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇതൊന്നും അത്ര നിസ്സാര കാര്യമല്ല. രീതിയിലൊരു ചാനലായി കൊണ്ടുവരണമെങ്കിൽ അതിൻ്റേതായ എല്ലാ കഷ്ടപ്പാടും നമ്മൾ ഇതിനകത്ത് ചെയ്യണം. നല്ലൊരു എഫേർട്ട് ഇട്ടാൽ മാത്രമേ നമുക്ക് ഈ ചാനൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അങ്ങനെ ജൂൺ മാസത്തിൽ ഞാൻ ഷീജാമോൾ പാലോട് എന്ന യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഹോം നേഴ്സിങ്ങിലുള്ള എൻ്റെ അനുഭവങ്ങളും എല്ലാ കാര്യങ്ങളുമാണ് ഞാൻ ഇതിനകത്ത് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോകൾ ഉപകാരപ്പെടുമെന്ന് തോന്നുന്നു. കാര്യം രോഗികളെ ശുശ്രൂഷിക്കുന്നതും അതിനകത്തുള്ള ഇനി നേരിടേണ്ടി വന്ന വെല്ലുവിളികളും പുതിയ പുതിയ കുറേ അനുഭവങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം കൂടെ ഞാൻ വീഡിയോ ആക്കി ഇടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരെയും പോലെ തന്നെ എനിക്കും ഈ ചാനൽ നല്ല രീതിയിൽ കൊണ്ടുപോയി ഇതിൽ നിന്നൊരു ഏണിങ്സ് ഉണ്ടാകണമെന്നാണ് ഞാനും ആത്മാർത്ഥമായി ആഗ്രഹിച്ച് ഈ ചാനൽ തുടങ്ങിയത്. ഓരോ ദിവസവും പുതിയ കാര്യങ്ങളിങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റായി എന്നെ അറിയിക്കുക. ഈ ചാനൽ യാത്രയിൽ നിങ്ങളോടൊപ്പം എന്നെയും ഭാഗമാക്കണം. എൻ്റെ ഈ കൊച്ചു വീഡിയോകളെല്ലാം എല്ലാവരും കാണുകയും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും എൻ്റെ ഈ ചാനലിൽ വിജയിപ്പിക്കണം. ഞാൻ ആഗ്രഹിച്ച തലത്തിലോട്ട് നിങ്ങൾ ഓരോരുത്തരും എൻ്റെ ഈ ചാനലിനെ എത്തിക്കണം. നല്ലൊരു പിന്തുണ ഓരോരുത്തരിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, എന്നെപ്പോലെ ആയിരക്കണക്കിന് വീട്ടു ജോലി ചെയ്യുന്നവരും ഹോം നേഴ്സിംഗ് ജോലിയിൽ മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർ ഒരുപാടുണ്ട്. അപ്പം എനിക്കും പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞത് നമുക്കൊന്നും തുടങ്ങാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളുള്ള സമയങ്ങളിൽ, കിട്ടുന്ന സമയങ്ങളിൽ നമ്മളെ ആഗ്രഹങ്ങളും സന്തോഷങ്ങളും കൂടെ നമ്മൾ ഒപ്പം കൂടെ കൊണ്ടുപോകാനേ നമുക്ക് നിവൃത്തിയുള്ളൂ. അതുകൊണ്ട് എന്നെപ്പോലെ ആരെങ്കിലും ചാനൽ തുടങ്ങാൻ ഉള്ളിൽ ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ ചാനൽ തുടങ്ങണം. നമ്മൾ എല്ലാം പഠിച്ചിട്ടും നമുക്ക് തുടങ്ങാനൊന്നും പറ്റില്ല. ഇതിനകത്തോട്ട് ഇറങ്ങി നിന്ന് നമുക്ക് പഠിക്കാനേ പറ്റുള്ളൂ. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ. പുറത്തൊന്നും പഠിച്ചിട്ട് നമുക്ക് കയറാനൊന്നും പറ്റത്തില്ല. നമുക്ക് ഇതിനകത്ത് നിന്നുകൊണ്ട് ഓരോ കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകാം. എൻ്റെ അനുഭവങ്ങളിൽ നിന്നുള്ള നല്ല നല്ല വീഡിയോകളുമായി ഞാൻ ഇനിയും വരും. എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു.